എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇക്കുറി മത്സരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് LDF. മണ്ഡലത്തിലെ സുപരിചിതനും ഡെപ്യൂട്ടി മേയറുമായ സാബു ജോർജിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ നേതാവായ സാബുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ അങ്കമാലി മണ്ഡലം എറണാകുളമായി വെച്ചുമാറിയാണ് CPM സാബുവിനെ കളത്തിലിറക്കിയത്. ആവേശകരമായ റോഡ് ഷോയിലൂടെയാണ് സ്ഥാനാർത്ഥിക്ക് ആദ്യ സ്വീകരണം ഒരുക്കിയത്. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി LDF അരയും തലയും മുറുക്കിയിറങ്ങിയിരിക്കുകയാണ്. ഹാട്രിക് ഭരണമാണ് ലക്ഷ്യമിടുന്നത്. അതിനു മുന്നോടിയായിട്ട് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളിൽ ഓരോരോ ട്വിസ്റ്റുകളാണ് LDF ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. എറണാകുളത്ത് ആദ്യമായിട്ടാണ് പാർട്ടി ഇതര ഒരു സ്ഥാനാർത്ഥി മുന്നണിക്കകത്തെ മറ്റൊരു പാർട്ടിക്ക് നൽകിക്കൊണ്ട് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അത് മറ്റാരുമല്ല, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സാബു ജോർജാണ് ഇക്കുറി എറണാകുളം മണ്ഡലത്തിൽ UDF-നെ നേരിടുക. ആദ്യ റോഡ് ഷോയാണ്. സാബു ജോർജ്, എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? ഉറച്ച പ്രതീക്ഷയല്ലേ. ഇത് ഞാൻ ജനിച്ച മണ്ണാണ്. പിന്നിലുള്ളത് ഇവിടുത്തെ നിസ്വാർത്ഥകരായ ജനങ്ങളാണ്. അവരെ സാക്ഷി നിർത്തി പറയുന്നു ജയിക്കും ഈ പ്രാവശ്യം. എന്തായാലും കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറായൊക്കെ കൊച്ചിക്കാരെയൊക്കെ ഏറെ പരിചയമുള്ള ആൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇക്കുറി UDF-നൊരു മത്സരം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഡെപ്യൂട്ടി മേയറായിട്ട് ചെയ്തിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ഞാൻ 8 വർഷം ലൂർദ് ആശുപത്രിയിലെ PR ആയിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഞാൻ ആ ആശുപത്രി നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഈ മണ്ഡലത്തിലും ആ വികസനം ആവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും, ഉറപ്പ്. ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിക്കകത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് LDF സീറ്റ് നൽകുന്നത്. അത് താങ്കളോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും അല്ലേ? തീർച്ചയായും 40 വർഷമായി ഞാൻ ഈ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. ഞാൻ ഇന്ന് വരെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടി മാറിയിട്ടില്ല. അതിന് കിട്ടിയ അംഗീകാരമായിട്ട് കൂടി ഞാൻ ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നു. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വിനോദുമായിട്ട് മുമ്പ് മത്സരിച്ചിട്ടുണ്ട്, അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് അവിടെ ഒരു മധുരപ്രതിനിധിക്കാനുള്ള അവസരമാണെന്ന് തോന്നുന്നു. ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ അതിനൊരു മറുപടിയൊന്നും പറയുന്നില്ല. പക്ഷെ നല്ല മത്സരം നടക്കും എറണാകുളത്ത്. എല്ലാവിധ ആത്മവിശ്വാസമുണ്ട്. സന്തോഷം. തീർച്ചയായിട്ടും. ഓക്കെ. സിനിമകളിൽ കണ്ട് പരിചിതമുള്ളൊരു മുഖം നമ്മുടെ സാബു ജോർജിന്റെ റോഡ് ഷോയിൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്താണ് സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ കാണാൻ? സാബു ജോർജിന് കോളേജ് പഠനകാലം മുതലേ അറിയാം. അന്ന് മുതലേ വളരെ ഞങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിലേക്ക് ഒരു നേതാവായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ട് ഇവിടെ. നിങ്ങളൊക്കെ ഒരു കാലത്ത് ഹീറോ ആയിരുന്നു. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പല പല പാർട്ടികളിലേക്ക് മാറാതെ വ്യക്തമായ ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രൈവറ്റ് കോളേജുകളിലെ ഒരു കലോത്സവമൊക്കെ തുടങ്ങിയ അദ്ദേഹം. യെസ്. നമ്മുടെ ആ കാലഘട്ടത്തിൽ റെഗുലർ കോളേജ് പഠനം അല്ലാതെയുള്ള പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കലോത്സവം അത് സാബു ജോർജിന്റെ ഒരു കാലഘട്ടത്തിലാണ് അത് ചെയ്തത്. അത് മാത്രമല്ല അങ്ങനെ മിടുക്ക് കാണിച്ച ഒരാളാണ്. മിടുക്ക് കാണിച്ചതെന്ന് വെച്ചാൽ എറണാകുളത്തിന്റെ സ്വന്തം കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രൊജക്ട് ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സാബു ജോർജ്. അതുകൊണ്ടാണ് പ്രചരണത്തിന് തുടങ്ങിയത്. തീർച്ചയായും കാരണമുള്ള പ്രചരണങ്ങളിൽ സജീവമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സത്യസന്ധതയോടെ നിലകൊള്ളുന്ന നേതാക്കന്മാർക്കൊപ്പം ഞങ്ങളുണ്ടാവും. എന്തായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. മുൻപ് മത്സരിച്ച് ഈ കൊച്ചിയുടെ ഡെപ്യൂട്ടി മേയറൊക്കെ ആയതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിക്കാർക്കേറെ സുപരിചിതനാണ് എന്നതുകൊണ്ട് മാത്രമാണ് CPM ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് മാറിയത്. ആന്റണി കരിയറയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.